ഹായ് കൂട്ടുകാരെ, അപ്പം ഇക്കൊല്ലത്തെ വിഷുവാണ്. കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പിള്ളേർ കണിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇത് ചെറിയൊരു ആഘോഷം. ഇതാണ് നമ്മുടെ മേശാപ്പൂവ്, തലചക്രം, പിന്നെ കമ്പിത്തിരി. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പം ചേച്ചിയുടെ പിള്ളേരുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. പക്ഷെ ഇത്തിരി പേടിയും ഉണ്ട് രണ്ടുപേർക്ക്. എന്നാലും ഞാൻ പറഞ്ഞു കത്തിച്ച് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കമ്പിത്തിരി കത്തിക്കുമ്പോൾ കൈമയ്ക്ക് തെറിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാഴയുടെ ഒരു തണ്ട് മുറിച്ചിട്ട് അതുമ്മ കമ്പിത്തിരി കുത്തി വെച്ചിട്ട് അതുമ്മ പിടിക്കാൻ പറയും. അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ കമ്പിത്തിരി കത്തിച്ചു വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ചേച്ചിയുടെ പിള്ളേർക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിള്ളേർ പിന്നെ നല്ല സന്തോഷമായി കത്തിക്കാൻ തുടങ്ങി കമ്പിത്തിരിയൊക്കെ. അങ്ങനെ പിള്ളേരെ പേടിയൊക്കെ മാറ്റി ഞാൻ തലച്ചക്രം കത്തിച്ചുകൊണ്ടിരിക്കുക. തലച്ചക്രത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കത്താനായിട്ട്. അപ്പം എനിക്കും തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് വെച്ച് ഞാനിങ്ങനെ നോക്കി മാറി നിന്നു. പിന്നെയാണ് ഒരൊറ്റ പൊട്ടൽ, പടക്കം പൊട്ടണ പോലെ. അപ്പോൾ ഈ തലച്ചക്രവും മേശാപ്പൂവൊക്കെ കത്തിക്കുമ്പോൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. അത് മാത്രമല്ല, എന്ത് ഐറ്റം കത്തിക്കുകയാണെങ്കിലും അടുത്ത കൊല്ലം വേണ്ടേ നമുക്ക് ആഘോഷിക്കാനായിട്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കുക. കാരണം എനിക്കും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടേ. ഇതേ തലച്ചക്രം പൊട്ടി, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലാന്നുണ്ട് മേശാപ്പൂ പൊട്ടിത്തെറിച്ച്. അങ്ങനെ ഒരേ കൊല്ലം വ്യത്യസ്തമാർന്ന ഐറ്റം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കൊണ്ടിരിക്കുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് വേണം കേട്ടോ. പിന്നെ പാവം പട്ടികളുടെ ഒരു അവസ്ഥയെ, അവിടെ ഇവിടെയും പടക്കം പൊട്ടണ ഐറ്റങ്ങൾ ഓടി നടക്കുക. അതൊക്കെ കഴിഞ്ഞു വീണ്ടും ഞാൻ മേശാപ്പൂവിലേക്ക് കിടക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ അവസാനത്തെ 2 മേശാപ്പൂ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടിനും തിരി കൊളുത്തി ഞാൻ ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കാം കേട്ടോ. പിള്ളേരാണെങ്കിൽ നല്ല ഒച്ചപ്പാടും ബഹളമാണ്. നല്ലൊരു സന്തോഷമാർന്ന വിഷുവായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഹാപ്പി വിഷു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.